ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ ഒന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ ഈശോയുടെ മുന്തിരിത്തോട്ടത്തിലെ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ്. ഈ ശാഖകളെ അവിടുന്ന് വെട്ടിയൊരുക്കും. വചനം ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് പറയുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാമത്തെ അധ്യായം 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ശാഖയോട് ചേർന്നിരിക്കുന്ന തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ശാഖകളെ അവിടുന്ന് സമയാസമയങ്ങളിൽ ഫലം തരുന്നതിനായിട്ട് വെട്ടിയൊരുക്കുന്നു. വെട്ടിയൊരുക്കൽ എന്ന് പറയുന്നത് അത് മുറിപ്പാടുകളാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് മുറിപ്പാടുകളെ അനുവദിക്കും. എന്തിനാ? ഈശോയ്ക്ക് വേണ്ടി ഫലം ചൂടുവാനായിട്ട്. അപ്പം എല്ലാം നല്ല രീതിയിൽ ഏറ്റവും മംഗളകരമായിട്ട് യാതൊരു വേദനയില്ലാതെ പോകുന്നുള്ളതല്ല. ചില വേദനകളൊക്കെ ദൈവം അനുവദിക്കും. അത് വേദനകളുടെ അപ്പുറത്ത് വലിയ ഫലം, വലിയ സന്തോഷം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. വേദനകളുടെ മധ്യത്തിൽ, സങ്കടങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഫലം ചൂടാൻ പോവുകയാണെന്ന് എൻ്റെ ഈശോ എന്നെ ചേർത്ത് പിടിച്ചിട്ടെന്നുള്ള ചിന്ത പ്രിയ സഹോദര സഹോദരി നിന്റെ മനസ്സിലുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിനക്ക് വേണ്ടി ധാരാളം ഫലങ്ങൾ ചൂടുവാനായിട്ട്, പ്രത്യേകിച്ച് വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും എല്ലാം കടന്നു പോകുമ്പോൾ അത് ഫലം ചൂടാനുള്ള ഒരുക്കമാണെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് നിറയട്ടെ. ഇന്ന ദിവസം എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മരണത്തെ ജയിച്ചവനെ തകർത്തു ഈശോ.